തൃശ്ശൂരിൽ കാഴ്ചയാണ് കാണുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ UDF 2 ഇടത്ത് ലീഡ് ചെയ്യുന്നു, LDF 6 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരം. ഫൈസൽ നെടുമ്പാല വയനാട്ടിലെ വിവരങ്ങളുമായി. എന്താണ് ഫൈസൽ വയനാട്ടിലെ പൊതുകഥ? വേഗം. വയനാട്ടിൽ കൽപ്പറ്റ നഗരസഭയിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. പുളിയാർമല 2ാം വാർഡിൽ 62 വോട്ടിന്റെ ലീഡിലാണ് BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. മുമ്പ് UDFന്റെ വാർഡായിരുന്നു. ഈ വാർഡാണ് ഇപ്പോൾ BJP പിടിച്ചിരിക്കുന്നത്. വയനാട്ടിൽ മൊത്തത്തിൽ ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല. എന്തായാലും BJPക്ക് പല ഭാഗത്തും മുന്നേറ്റമുണ്ട്. LDF ഗ്രാമപഞ്ചായത്തുകളിൽ 2 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട് നിലവിൽ. ശരി, തൃശ്ശൂർ കോർപ്പറേഷന്റെ കഥയിലേക്ക് ഒരിക്കൽ കൂടി. തൃശ്ശൂരിലെ UDF ലീഡ് ചെയ്യുകയാണ്. അവിടെ BJPക്ക് ഇതുവരെ സീറ്റൊന്നും ലീഡിൽ കാണാൻ കഴിയുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള കണക്ക് പ്രകാരം നടരാജയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അവിടെ വന്നിട്ടുള്ള സീറ്റ് എന്നല്ല എന്ന് പറയുന്നത് ലീഡാണോ അതോ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലായിടത്തും EVM എണ്ണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ വരുന്ന സംഗതികളെല്ലാം ഫലസൂചനകളല്ല, ഫലമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് തോന്നുന്നത്. ഇടുക്കി ഗ്രാമപഞ്ചായത്തുകളുടെ കഥ എടുത്താൽ LDF 4 UDF 3 എന്നാണ് NDA. മുനിസിപ്പാലിറ്റികളിൽ UDF നടത്തിയ മേധാവിത്വം ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. ഇപ്പോൾ LDF വീണ്ടും മുനിസിപ്പാലിറ്റികളിൽ LDF മുന്നിട്ട് പോവുകയാണ്. 25 മുനിസിപ്പാലിറ്റികളിൽ LDF മുന്നിട്ട് നിൽക്കുന്നത്, 20 മാത്രമാണ് UDF ഉള്ളത്. നേരത്തെ അപ്പോ ജില്ലാ പഞ്ചായത്തിൽ, കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റിയിൽ എല്ലായിടത്തും LDF ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കൊച്ചി കോർപ്പറേഷനിലും LDF ലീഡ് ചെയ്യുന്നു. 6 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF 2 സീറ്റിലേ ഉള്ളൂ. NDA 1 സീറ്റിലും. ആലപ്പുഴയിൽ ആലപ്പുഴയിലെ സ്ഥിതി എന്താണ്? അജിൻസ്, നിലവിൽ മുനിസിപ്പാലിറ്റിയിലും LDF ആണ് ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം LDFന് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 16 വാർഡുകളിൽ ആലപ്പുഴയിൽ LDF ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDFനാണ് ആധിപത്യം. ഇപ്പോൾ LDFന്റെ ഒരു ഒഴുക്കാണ് മൊത്തത്തിൽ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നത്. അജിൻസ്, ശരി, പാലക്കാടേക്ക് പോയാൽ, ആലപ്പുഴയിലേക്ക് പോയാൽ, കൊല്ലത്തേക്ക് പോയാൽ, തിരുവനന്തപുരത്തേക്ക് പോയാൽ എല്ലായിടത്തും കാണുന്ന LDFന്റെ മുന്നേറ്റമാണ്. ജില്ലാ പഞ്ചായത്തിൽ, കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റിയിൽ, ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലായിടത്തും LDFന്റെ മുന്നേറ്റമാണ് കാണുന്നത്. ഇത് ഫലം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് എല്ലാം ഫലം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് മനസ്സിലാക്കണം. ചെറിയ വോട്ടുകൾ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഫലസൂചനകളല്ല, ഫലം തന്നെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഷൊർണൂർ പോലുള്ള സ്ഥലങ്ങളിൽ BJPയുടെ വിജയം കാണുന്നു. വയനാട്ടിൽ ആദ്യമായിട്ട് കോൺഗ്രസിന്റെ സീറ്റ് പിടിച്ചെടുത്ത് BJP അക്കൗണ്ട് തുറക്കുന്നു. ശ്രദ്ധേയമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൂടിയുണ്ട് എന്ന് കാണാം. എന്തായാലും LDFനെ സംബന്ധിച്ച് വളരെ ശുഭകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫല ദിവസത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന നിലയുണ്ടെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ LDF 3 വിജയിച്ചിട്ടുള്ളത്. ലീഡ് ചെയ്യുന്നത് UDF 1 മാത്രം ലീഡ് ചെയ്യുന്നു എന്നാണ് കാഴ്ച. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം എടുത്താൽ, ഗ്രാമപഞ്ചായത്തിലായാലും തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുത്താൽ 3 LDF, ഗ്രാമപഞ്ചായത്തിന്റെ കണക്കെടുത്താൽ കോഴിക്കോട്ടേക്ക് വന്നാൽ LDF 4 UDF 2 എന്നാണ് സ്ഥിതി. കൊച്ചിയിലേക്ക് പോയാൽ LDF 2 UDF 3. കൊച്ചിയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിലേക്ക് പോയാൽ LDF 2. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ് ചേരുന്നു. സിജോ, കൊച്ചി കോർപ്പറേഷന്റെ സ്ഥിതി എന്താണ്? അജിൻസ്, കൊച്ചി കോർപ്പറേഷനിൽ LDF 7 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 7 വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ UDF 2, NDA 1 വിജയിച്ചിട്ടുണ്ട്. NDA 2 വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ 2 വിജയിച്ചു എന്നുള്ളതാണ്. ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ പരിശോധിച്ചാൽ LDF 6 7 ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം UDF 2, NDA 1 ലീഡ് ഇപ്പോൾ 2 മാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ 2 തന്നെ. നടരാജനെ വേണം. തൃശ്ശൂരിലെ ഫലം എന്താണെന്ന് അറിയാൻ നടരാജനെ വേണം. അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ. അപ്പം കൊല്ലം കോർപ്പറേഷനിലേക്ക് പോയാൽ അവിടെ UDF 7 തൃശ്ശൂരിൽ ഇപ്പോഴും 7-4 എന്നാണ്. NDA 2 ലീഡ് ചെയ്യുന്നു. LDF 4 UDF 7 ലീഡ് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം തൃശ്ശൂർ കോർപ്പറേഷനിൽ എന്നാണ് കണ്ട കാര്യം. തൃശ്ശൂരിൽ വലിയ ആവേശകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് ഈ നിമിഷം പറ്റിയിട്ടില്ല. ഇനി അദ്ദേഹം എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നുണ്ടോ നമുക്ക് കാത്തിരുന്ന് കാണണം. എറണാകുളത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ LDF 2 UDF 4 ലീഡ് ചെയ്യുന്നു. മൊത്തത്തിലുള്ള കണക്കുകൾ വന്നിട്ടില്ല. നടരാജ, എന്താണ് ഈ വന്നിട്ടുള്ള 7-4 എന്നത് പ്രഖ്യാപിച്ച വിജയങ്ങളാണോ? ലീഡിംഗ് ആണ്. UDF 7 സ്ഥലങ്ങളിലും LDF 4 സ്ഥലങ്ങളിലും NDA 2 സ്ഥലങ്ങളിലുമാണ്. NDA സിറ്റിയിൽ, അതായത് പൂങ്കുന്നത്തും അതുപോലെ തന്നെ പാട്രാക്കിലും, ഈ 3 സ്ഥലത്ത് കൃഷ്ണമോഹൻ പാട്രാക്കിലും രഘുനാഥ് മേനോൻ പൂങ്കുന്നത്തും ഇവർ 2 LDF ലീഡ് ചെയ്യുന്നത്. ബാക്കി UDF ആണ് ജനറലായിട്ട് മറ്റു സ്ഥലങ്ങൾ ലീഡ് ചെയ്യുന്നത്. 7 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗ്രാമപഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ LDFനാണ് ലീഡ്. 12-4-1, അതായത് 12 LDF, UDF 4 സ്ഥലങ്ങളിൽ NDA 1 സ്ഥലത്തും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി. ജില്ലാ പഞ്ചായത്തിൽ 5-1-0, 5 LDF 1 UDF എന്നുള്ളതാണ് സ്ഥിതി. മുനിസിപ്പാലിറ്റികളിൽ LDF 2 UDF 2 NDA 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി.
ശരി, എന്തായാലും LDF-ന് വലിയ മുന്നേറ്റം എല്ലായിടത്തും കാണാൻ കഴിയുന്നു. കൊല്ലം കോർപ്പറേഷനിലേക്ക് പോലെ LDF 13 സീറ്റ് ലീഡ് ചെയ്യുന്നു. UDF 5 ഇടത്തും NDA 2 ഇടത്തും ലീഡ് ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ എറണാകുളത്തിന്റെ അപ്ഡേറ്റ് പറയാം. എറണാകുളത്ത് 3 ഗ്രാമപഞ്ചായത്തിൽ LDF ആണ്, 6 UDF ആണ് എന്ന് കാണേണ്ട കാര്യം. ജില്ലാ പഞ്ചായത്തിലേക്ക് പോയ അപ്ഡേറ്റ് പറയാം. ജില്ലാ പഞ്ചായത്തിൽ പാലക്കാട് LDF 27 ഇടത്തും UDF 4 ലീഡ് ചെയ്യുന്നു എന്നാണ് കണ്ട കാഴ്ച. LDF-ന്റെ തന്നെയാണ് അവിടെ മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഥ എടുക്കാം. ഏറ്റവും അവസാനം കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 1 ലീഡ് ചെയ്യുന്നു. പൂർണ്ണ വിവരങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല. ലീഡ് അല്ലെങ്കിൽ ഫലമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അവസാനത്തെ അപ്ഡേറ്റ് പറയാം. വിജിൻ വായനോട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് സ്ഥിതി വിജിൻ? BJP-യുടെ മുന്നേറ്റം എന്ന ഈ ഘട്ടത്തിൽ പറയാം. ലീഡ് നിലയാണ്. ശ്രീവരാഹം, മണക്കാട്, ചാല, പോർട്ട്, പെരുന്താനി വാർഡുകളിലാണ് BJP ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ LDF 3 വഞ്ചിയൂർ, ചാക്ക, വള്ളക്കടവ് എന്നീ വാർഡുകളിലാണ് LDF ലീഡ് ചെയ്യുന്നത്. വലിയതുറ LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ 5-3-1 എന്നുള്ള നിലയിലാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലീഡ് നില നിലനിൽക്കുന്നത്. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഒരെണ്ണം UDF ലീഡ് ചെയ്യുന്നു. മറ്റ് സിറ്റിംഗ് സീറ്റുകളിൽ LDF, ചാക്ക, വഞ്ചൂർ, വള്ളക്കടവ് എന്നീ വാർഡുകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്ന NDA ആണ്. അതെ, NDA 5 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. LDF 3 സ്ഥലങ്ങളിൽ, UDF 1 എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ലീഡ് നില മാറി മറിയുന്നത്. അവിടെ ഫലപ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല വിജിൻ. നിലവിൽ ലീഡ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിൽ വരുന്നത്. ഇതുവരെ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കും. കാരണം മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുക്കുമ്പോൾ സ്റ്റേറ്റ് ലീഡ് നോക്കാം. മുനിസിപ്പാലിറ്റി LDF 22 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു. UDF 21, NDA 4. ഇപ്പോഴും വീണ്ടും ഇഞ്ചോടിഞ്ചായിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് UDF-ന് ഒരു വലിയ ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നത്. 21-22 എന്നാണ് നില. LDF 22, UDF 21, NDA 4 എന്നതാണ് മുനിസിപ്പാലിറ്റികളുടെ കണക്ക്. നമ്മൾ പരിശോധിക്കുമ്പോൾ കോർപ്പറേഷന്റെ കണക്കെടുത്താൽ LDF 1 UDF 1 NDA 1 ലീഡ് ചെയ്യുന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ജില്ലാ പഞ്ചായത്തുകൾ കണക്കെടുത്താൽ 5 LDF-ഉം 2 UDF-ഉമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-നുണ്ട്. അതേസമയം മുനിസിപ്പാലിറ്റിയിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 28-25 NDA 4 എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൽ 5-2 LDF UDF 5-2 എന്നുള്ളതാണ് സ്ഥിതി. ബ്ലോക്ക് പഞ്ചായത്തിൽ 33-9-1 എന്നുള്ളതാണ് അവസ്ഥ. ഗ്രാമപഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ വലിയ മാർജിൻ കാണാൻ കഴിയും. LDF-ന് 120 സ്ഥലത്ത് ആണ് ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്ന LDF. കോർപ്പറേഷൻ ആണെങ്കിൽ 4-1 എന്നുള്ളതാണ് സ്ഥിതി. 4-1 എന്നുള്ളതാണ് സ്ഥിതി. 6 കോർപ്പറേഷനാണ് ഉള്ളത്. ശരി, മുനിസിപ്പാലിറ്റി കണ്ണൂരിലേക്ക് നോക്കൂ. LDF 6 UDF 1 NDA എവിടെയുമില്ല എന്നാണ് കാഴ്ച. ഏറ്റവും അവസാനത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് എറണാകുളത്തേക്ക് പോകാം. LDF അവിടെ 3 ലീഡ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ LDF 1 UDF 2 ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. എന്തായാലും സ്റ്റേറ്റ് ലീഡ് വെച്ച് നോക്കിയാൽ ജില്ലാ പഞ്ചായത്തിൽ LDF 4 UDF 2 എന്നുള്ളതാണ് അവസ്ഥ. 4-2. കോർപ്പറേഷന്റെ കാര്യം നോക്കൂ. തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ NDA 7 ലീഡ് ചെയ്യുന്നു. LDF 2 മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. UDF 1 ലീഡ് ചെയ്യുന്നു എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കഥ. BJP NDA വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പങ്കുവെക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥിതി അതാണ്. ഇപ്പോ BJP NDA വലിയ രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തേക്ക് പോയാൽ അവിടെ LDF 4 UDF 2. ജില്ലാ പഞ്ചായത്തുകളുടെ ട്രെൻഡിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 ട്രെൻഡുകൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. 5-2 എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ജില്ലാ പഞ്ചായത്തുകളുടെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് പൊതുവായ ഒരു ട്രെൻഡ് നമുക്ക് വിലയിരുത്താൻ കഴിയാൻ നിഷാദ്. എന്നാലും പൊതുവായ മുഴുവൻ കണക്കുകൾ വന്നു തുടങ്ങിയിട്ടില്ല. ലിജോ റോളൻസ്, കൊല്ലത്തെ കഥ എന്താണ്? നിഷാദ്, ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് വരുന്നത് കൊട്ടാരക്കര നഗരസഭയിലാണ്. 8 ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ആദ്യം ഫലം വന്ന 4 LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യം പുറത്തു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 വാർഡുകളാണ്. ഒന്നാമത്തെ വാർഡായിട്ടുള്ള അവനൂർ, മുസ്ലിം സ്ട്രീറ്റ്, ചാസാമുകൾ, ചന്തമുക്ക്, ഈ 4 വാർഡുകളിലും LDF വിജയിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് അതായത് മറ്റ് 4 UDF ലീഡ് ചെയ്യുകയാണ്. ഒരിടത്ത് NDAക്ക് ലീഡുള്ളതായിട്ട് ഒരു വിവരം വരുന്നു. കോർപ്പറേഷനിലെ പോസ്റ്റൽ ബാലറ്റുകളാണ് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു ലീഡ് നിലയാണ് വരുന്നത്. അവിടെയും LDF-ന്റെ ഒരു ലീഡ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ വലിയ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും പോസ്റ്റൽ ബാലറ്റുകൾ അത്തരത്തിലൊരു മുന്നേറ്റമില്ല. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് തീരദേശ മേഖലകളിൽ അത് വളരെ കുറച്ച് 5 വോട്ടുകൾ താഴെയാണുള്ളത്. അവിടെയൊക്കെ പക്ഷേ ആദ്യഘട്ടത്തിൽ LDF-ന് ഒരു ലീഡ് എടുക്കാൻ കഴിഞ്ഞു. NDA വലിയ അതായത് 2 അക്കം കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ പോസ്റ്റൽ ബാലറ്റുകളിൽ 2 അങ്ങനെ മാറിയാണ് ആ ഒരു ലീഡ് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ LDF-ന്റെ ഒരു അപ്രമാദം തന്നെയാണ്. 8 9 അങ്ങനെ മാറി ഒരു ലീഡ് നിൽക്കുകയും UDF 2 അതായത് നെടുമ്പന, തേവലക്കര എന്നിവിടങ്ങളിൽ UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നതാണ് ലഭിക്കുന്ന വിവരം.
ശരി ശരി. ഇതിനിടയ്ക്ക് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ LDF-ന്റെയും BJP-യുടെയും കനത്ത പോരാട്ടം നടക്കുന്നു എന്നത് കാണേണ്ട കാര്യമാണ്. അവിടെ BJP ഓൾറെഡി 4 സീറ്റുകൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. വൻ പോരാട്ടം നടക്കുന്നു. പത്തനംതിട്ടയിൽ പക്ഷേ UDF-ന്റെ മുന്നേറ്റമാണ്. ഇടുക്കിയിലും UDF-ന് എഡ്ജെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നു. വിജയിച്ച വാർഡുകൾ നോക്കിയാൽ 29 നഗരസഭാ വാർഡുകളിൽ UDF ജയിച്ചു എന്നാണ് സ്റ്റേറ്റ് വൈഡ് കണക്ക്. 21 LDF ജയിച്ചു, ഒരിടത്ത് NDA ജയിച്ചു, 2 മറ്റുള്ളവർ ജയിച്ചു എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ സ്റ്റേറ്റ് വൈഡ് കണക്കാണ് കേട്ടോ. അത് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ. കൊച്ചി കോർപ്പറേഷനിൽ LDF 10 ലീഡ് ചെയ്യുമ്പോൾ UDF 3 മറ്റുള്ളവർ 2 NDA 2 ലീഡ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്താണ് NDAയുടെ മുന്നേറ്റം. NDA 7 ലീഡ് ചെയ്യുന്നു, LDF 4, UDF 1 മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. ശരി, LDF-ന്റെ കണക്ക് കൂടുന്നുണ്ട്. നേരത്തെ 2-7 ആയിരുന്നു, ഇപ്പൊ 4-7 ആയിട്ട് മാറുന്നുണ്ട്. LDF-ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. വിജിൻ വായന്തോടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.